Feeding centers in the brain and eating signals obesity and anorexia എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഫീഡിങ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, പിന്നെ റോൾ ഓഫ് ഹൈപ്പോതലാമസ്, ദെൻ ഡിസോർഡേഴ്സ്, ദെൻ തേഴ്സ്റ്റ് റിസെപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൻസേഷൻ ഓഫ് ഹങ്കർ. ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കറിൻ്റെ ഒരു സെൻസേഷനാണ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് craving for food and several other physiological effects such as rhythmic contraction of stomach and restlessness which cause the person to search for an adequate food supply. അതായത് ഫീഡിംഗ് എന്ന് പറഞ്ഞൊരു ഹങ്കറിൻ്റെ സെൻസേഷനാണ്. അത് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ക്രേവിങ്, അതുപോലെ വേറെ കുറേ ഫിസിയോളജിക്കലായിട്ടുള്ള എഫക്റ്റ്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കൺട്രാക്ഷൻ, ഒരു റിതമിക് കൺട്രാക്ഷൻ, പിന്നെ റെസ്റ്റ്ലെസ്നെസ്, വിച്ച് ഓൾ കോസസ് എന്താ പറയുക സെൻസേഷൻ ഓഫ് ഹങ്കർ എന്നാണ് പറയുന്നത്. ഇഫ് ദി ക്വസ്റ്റ് ഫോർ ഫുഡ് ഈസ് സക്സസ്ഫുൾ ദ ഫീലിംഗ് ഓഫ് സറ്റൈറ്റി ഓക്കേഴ്സ്. അതായത് നമ്മുടെ ഫുഡ് നമുക്ക്, അതായത് നമ്മുടെ ഫുഡിനോടുള്ള ആ ഒരു ഇത് നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്നതാണ് സറ്റൈറ്റി. Each of these feelings is influenced by the environmental and cultural factors as well as by the physiological controls that influence specific centers of the brain, especially the hypothalamus. അതായത് ഈ ഫീലിങ്സ് ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം, ആസ് വെൽ ആസ് ബൈ ഫിസിയോളജിക്കൽ കൺട്രോൾസ് കൊണ്ടും ആയിരിക്കാം. ഇതിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബ്രെയിൻ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹൈപ്പോതലാമസ് ഇൻ ഹങ്കർ അല്ലെങ്കിൽ സറ്റൈറ്റി എന്നുള്ളതാണ് നോക്കുക. ലാറ്ററൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസ്. ലാറ്ററൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസിനെയാണ് നമ്മൾ ഫീഡിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ ന്യൂക്ലിയർ ഹൈപ്പോതലാമസ് സ്റ്റിമുലേഷൻ ഓഫ് ദിസ് ഏരിയ കോസസ് ആൻ ആനിമൽ ടു ഈറ്റ് വൊറേഷ്യസ്ലി. അതായത് ഒരു ആനിമലിന് ഈ ഭാഗത്ത്, അതായത് ലാറ്ററൽ ന്യൂക്ലിയർ ഹൈപ്പോതലാമസിലെ സ്റ്റിമുലേഷൻ കാരണമാണ് നമുക്ക് കഴിക്കാനുള്ള, ഈറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. ഡിസ്ട്രക്ഷൻസ് ഓഫ് ദി ലേറ്ററൽ hypothalamus causes lack of desire for food and progressive inanition, a condition that characterized by marked weight loss, muscle weakness and decreased metabolism. അതായത് ഈ ഭാഗം ഹൈപ്പോതലാമസിലെ ലാറ്ററൽ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ഭാഗം ത്തിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയെന്ന് ഉണ്ടെങ്കിൽ ആ ആൾക്ക് ലാക്ക് ഓഫ് ഡിസയർ ഫോർ ഫുഡ്, അത് ഫുഡിനോട് ഡിസയർ കുറയും. സോ ഇന്നാനേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഒക്കെ അറിയും. ഇന്നാനേഷൻ എങ്ങനെയാണ്? അതൊരു വെയ്റ്റ് ലോസ് ആയിട്ട്, മസിൽ വീക്കൻഡ് ആയിട്ട് ആൻഡ് മെറ്റബോളിസം ഡിക്രീസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഫുഡ് കഴിക്കാണ്ടാകുമ്പോൾ ഒരാൾക്കൊരു ഫുഡിനോടുള്ള ഡിസയർ കുറയുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ, ഇന്നാനേഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ ഒക്കെ അറിയുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലാറ്ററൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസ് ഇസ് ദ ഫീഡിംഗ് സെൻറ്റർ. വെൻട്രോമീഡിയൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസ് ആണ് സറ്റൈറ്റി സെൻറ്റർ എന്ന് പറയുന്നത്. എന്നാണ് സറ്റൈറ്റി സെൻറ്റർ. സോ ഈ സെൻറ്റർ ദിസ് ഈസ് ബിലീവ്ഡ് ടു ഗിവ് എ സെൻസ് ഓഫ് ന്യൂട്രീഷൻ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഇൻഹിബിറ്റ് ദി ഫീഡിംഗ് സെൻറ്റർ. അതായത് ഈ ഒരു സെൻറ്റർ ഒരു ഫീലിംഗ് ഓഫ് ന്യൂട്രീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് കഴിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ സറ്റൈറ്റി സെൻറ്റർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ എന്താ, ഫീഡിങ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. Electrical stimulation of this region can cause complete satiety, and even in the presence of highly appetizing food the animal refuses to eat. അതായത് സറ്റൈറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ എന്തൊക്കെ അപ്പറ്റൈസിങ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ പോലും നമുക്കൊരു ഒരു സറ്റൈറ്റി വേണ്ട എന്നുള്ളൊരു റെഫ്യൂസൽ ഉണ്ടാവും. The destruction of endomedial nuclei cause voracious and continued eating until the animal become extremely obese, sometimes as large as 4 times normal. അതായത് വെൻട്രോമീഡിയൽ ന്യൂക്ലിയയിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരു ആനിമൽ ലൈക്ക് വൊറേഷ്യസ്ലി ആയിരിക്കും ഈറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫുഡിനോടുള്ള ഒരു സറ്റൈറ്റിയോടെ ഫീൽ ചെയ്യില്ല. സോ അതെന്താ, ഒരു ആനിമൽ ലൈക്ക് ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കും, ലൈക്ക് ആൻഡ് ബിക്കം വെരി അല്ലെങ്കിൽ എക്സ്ട്രീംലി ഒബേസ് ആവും. The hypothalamus receives neural signals from the gastrointestinal tract.
that provides sensory information about stomach filling. അതായത് ഹൈപ്പോതലാമസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിൽ നിന്ന് ന്യൂറൽ സ്റ്റിമുലൻസ് കിട്ടും. ആ ഒരു സെൻസറി ഇൻഫോർമേഷൻ വഴിയാണ് സ്റ്റൊമക് ഫില്ലിംഗ് ഉണ്ടാകുന്നത്. This hypothalamic feeding and satiety centers have a high density of receptors for neurotransmitter and hormone that influence feeding behavior. അതായത് ഈ ഹൈപ്പോതലാമിക് ഫീഡിങ് അല്ലെങ്കിൽ സറ്റൈറ്റി സെൻറ്ററിന് ഒരു ഹൈ ഡെൻസിറ്റി റിസപ്റ്റേഴ്സ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ഹോർമോൺസ്. അതാണ് ഈ ഫീഡിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി ഫീഡിങ് ആൻഡ് സറ്റൈറ്റി ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒബേസിറ്റി ആൻഡ് അനോറക്സിയ നെർവോസയാണ്. വേറെ ഉണ്ട്, പക്ഷേ മെയിനായിട്ട് വരുന്ന ഒബേസിറ്റി അനോറക്സിയ നെർവോസയാണ്. ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്. അപ്പോൾ ഒബേസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ബോഡി ഫാറ്റിനെയാണ് ഒബേസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് ബോഡി മാസ് ഇൻഡെക്സ്? ഇസ് എ മെഷർ ഓഫ് ബോഡി ഫാറ്റ് ബേസ്ഡ് ഓൺ ഹൈറ്റ് ആൻഡ് വെയ്റ്റുമായിട്ട് നമ്മളൊരു ബോഡി മാസ് ഇൻഡെക്സിനെ മെഷർ ചെയ്യുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റും വെയ്റ്റും ആയിട്ട് ഒരാൾക്ക് എത്ര വെയ്റ്റ് വേണമെന്ന് നോക്കുന്നതിനാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. BMI is not a direct estimate of adiposity and does not take into account the fact that some individuals have high BMI due to large muscle mass. ചിലവർക്ക് ഹൈ BMI ആയിരിക്കും, ലാർജ് മസിൽ മാസ് ഉള്ളതുകൊണ്ട് when greater quantity of energy enter the body than expected, the body weight increases and most of the excess energy is stored as fat. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചുള്ള എനർജി നമ്മൾ ലൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. Therefore excessive adiposity is caused by energy intake than excess of energy output. അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് നമ്മുടെ അഡിപ്പോസിറ്റി കൂടുന്നത്. അതായത് ഇൻടേക്ക് കൂടുതലാണ് ദാൻ ഔട്ട്പുട്ട്. നമ്മൾ അവിടെ ഔട്ട്പുട്ടില്ല, അവിടെ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അഡിപ്പോസിറ്റി ഉണ്ടാകുന്നു. ഇനി കോസസ് ഓഫ് ഒബേസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാകുന്ന സമയത്ത് ഒബേസിറ്റി ഉണ്ടാവും. അതുപോലെ അബ്ഡോമിനൽ ഫീഡിങ് ബിഹേവിയർ ഉള്ളപ്പോൾ നമുക്ക് ഒബേസിറ്റി ഉണ്ടാവും. പിന്നെ എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചൈൽഡ്ഹുഡ് ഓവർ ന്യൂട്രീഷൻ. അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സുമായിട്ട് നമുക്ക് ഒബേസിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഓവർ ന്യൂട്രീഷൻ കാരണം നമുക്ക് ഒബേസിറ്റി ഉണ്ടാവും. പിന്നെ ന്യൂറോജെനറ്റിക് അബ്നോർമാലിറ്റീസ് കൊണ്ട് ഒബേസിറ്റി ഉണ്ടാവും. പിന്നെ വരുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് വിച്ച് ഓൾസോ കോസൽ ഫാക്ടർ ഫോർ ഒബേസിറ്റി. ഇനി അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാറ്റാണ്, ഞാൻ ഭയങ്കര തടിക്കും എന്ന് ഒരാൾ വിചാരിക്കുകയാണ്. സോ അങ്ങനെ ഇതാക്കിയിട്ട് ഇൻറ്റൻഷനലി ഫുഡിനെ കഴിക്കാണ്ടിരിക്കുക, വെയ്റ്റ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനോറക്സിയ എന്ന് പറയുന്നത്. അനോറക്സിയ ഈസ് എൻ ഈറ്റിംഗ് ഡിസോർഡർ ദാറ്റ് കോസസ് പീപ്പിൾ ടു വെയ്റ്റ് ലെസ്. അവർക്ക് എപ്പോഴും വെയിറ്റ് കുറഞ്ഞ് കാണിക്കണം. ദാൻ ഇസ് കൺസിഡർഡ് ഹെൽത്തി ഫോർ ദെയർ ഏജ് ആൻഡ് ഹൈറ്റ്. അവരെന്താണ് വിചാരിക്കുന്നത് അതാണ് അവരുടെ ഏജിനും ഹൈറ്റിനും ഹെൽത്തി എന്നാണ് അവർ വിചാരിക്കുന്നത്. യൂഷ്വലി ബൈ എക്സസ് വെയിറ്റ് ലോസ്. അവർ എക്സസ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. പീപ്പിൾ വിത്ത് ദിസ് ഡിസോർഡർ മേ ഹാവ് ആൻ ഇൻറ്റൻസ് ഫിയർ ഓഫ് വെയിറ്റ് ഗെയിൻ. അവർക്ക് വെയിറ്റ് കൂടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻറ്റൻസ് ഫിയർ ആയിരിക്കും. ഈവൻ വെൻ ദേ ആർ അണ്ടർ വെയ്റ്റ്. അവർക്ക് അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് വെയിറ്റ് കൂടുമെന്നുള്ള പേടിയായിരിക്കും. ദേ മേ ഡയറ്റ് ഓർ എക്സസൈസ് ടു മച്ച് ഓർ യൂസ് അതർ വേസ്റ്റ് ലോസ് ഫീഡ്. അവർ നല്ല ഡയറ്റ് എടുക്കും, അതുപോലെ ഒരുപാട് എക്സസൈസും ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികളൊക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കും. ഇമോഷണൽ സിംറ്റംസ് ഓഫ് അനോറക്സിയ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ്ലി സ്കിപ്പിംഗ് മീൽസ് ഓർ റെഫ്യൂസിങ് ടു ഇറ്റ്. അവർ മീൽസ് സ്കിപ്പ് ചെയ്യും, അതുപോലെ തന്നെ കഴിക്കാൻ റെഫ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഹങ്കറിന് ഡിനൈ ചെയ്യും. പിന്നെ കഴിക്കാതിരിക്കാൻ വേണ്ടി ഓരോ എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേണ്ട അവർക്ക് പബ്ലിക്കിൽ കഴിക്കാൻ കൂട്ടാക്കില്ല. പിന്നെ ലേയേഴ്സ് ഓഫ് ക്ലോത്ത്സ് വെച്ചിട്ട് അവരെ തന്നെ കവർ ചെയ്യും. ഒരു ഫ്ലാറ്റ് മൂഡായിരിക്കും, സോഷ്യൽ വിഡ്രോവൽ ഉണ്ടായിരിക്കും, ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ അവർക്കൊരു ഇമോഷണൽ സിംറ്റംസ് ആയിട്ട് ഉണ്ടാവും. ഇനി ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയുന്നത് അവർ സിവിയർലി ആയിട്ട് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യും, ഫുഡിൻ്റെ ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യും, ഡയറ്റിങ്ങും അതുപോലെ ഫാസ്റ്റിങ്ങും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എക്സസൈസ് എക്സസീവ്ലി ഒരുപാട് എക്സസൈസ് ചെയ്യും.
ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ അപ്പിയറൻസ് ആയിരിക്കും, അബ്നോർമൽ ബ്ലഡ് കൗണ്ട് ആയിരിക്കും, ബ്ലഡ് കൗണ്ട് വളരെ കുറവായിരിക്കും, ഫറ്റീക്ക് ആയിരിക്കും എപ്പോഴും, ഇൻസോമിനിയ ഉണ്ടാവും, ഡിസിനസ് ഉണ്ടാവും, സോഫ്റ്റ് ഡൗണി ഹെയർ കവറിങ് ദി ബോഡി ആൻഡ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, ഡ്രൈ ഓർ യെല്ലോ സ്കിൻ ആയിരിക്കും, ഇൻടോളറൻസ് ഓഫ് കോൾഡ്, ഡീഹൈഡ്രേഷൻ, ലോ ബ്ലഡ് പ്രഷർ ഒക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത് ഫിസിക്കൽ സിംറ്റമൈസ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് CBT കൊടുക്കാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കാം, ഫാമിലി ബേസ്ഡ് തെറാപ്പി കൊടുക്കാം, ന്യൂട്രീഷൻ കൗൺസിലിംഗ് കൊടുക്കാം, മെഡിക്കേഷൻസ് ലൈക്ക് ആൻറ്റി ഡിപ്രസൻസ് നമുക്ക് കൊടുക്കാം, ഹോസ്പിറ്റലൈസേഷൻ ഇൻ സിവിയർ കേസസ് വി ക്യാൻ, അതായത് അവർ ഇതിനൊന്നും കൂട്ടാക്കുന്നില്ല എന്നാൽ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ഇഫ് നീഡഡ് നമുക്കതും ചെയ്യാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് തേഴ്സ്റ്റ് റിസപ്റ്റേഴ്സാണ്. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ഫിസിയോളജിക്കൽ സെൻസേഷനാണ്. നമുക്ക് വാട്ടർ കൺസ്യൂമിന് വേണ്ടിയിട്ട് ഒരു ഓർഗാനിസം സീക്ക് ആൻഡ് കൺസ്യൂം വാട്ടർ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഫിസിയോളജിക്കൽ സെൻസേഷനാണ് തേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോപ്പർ ഹൈഡ്രേഷൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാറ്റിക്, ഇത് നമ്മളൊരു പ്രോപ്പർ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഹോമിയോസ്റ്റാറ്റിക് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമനിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫിസിയോളജിക്കൽ സെൻസേഷനാണ്. The multifaceted nature of thirst involves various types and intricate neural mechanism that regulate fluid balance within the body. ഫ്ലൂയിഡ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ തേഴ്സ്റ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. തേഴ്സ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഫ്ലൂയിഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു 4 ടൈപ്സ് ഓഫ് തേഴ്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഓസ്മോട്ടിക് തേഴ്സ്റ്റാണ്, വിച്ച് ഒക്കേഴ്സ് വെൻ ബോഡി ഡിറ്റക്ട്സ് ആൻ ഇംബാലൻസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ ദ ബ്ലഡ്. ഇത് ഒക്കർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിലെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ഇംബാലൻസ് കാരണം നമുക്ക് ഓസ്മോട്ടിക് തേഴ്സ്റ്റ് ഉണ്ടാവും. ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് ഈസ് കോസ്ഡ് ബൈ എ ഡിക്രീസ് ഇൻ ബ്ലഡ് വോളിയം കുറയും, ഓഫൺ ഡ്യൂ ടു ഫ്ലൂയിഡ് ലോസ്, ഡീഹൈഡ്രേഷൻ കാരണം ഫ്ലൂയിഡ് ലോസ് കാരണം നമ്മുടെ ബ്ലഡിന് വോളിയം കുറയുമ്പോൾ നമുക്ക് ഹൈപ്പോവോളിമിക് തേഴ്സ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഓറോഫാരജിയൽ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ മൗത്ത് തേഴ്സ്റ്റ്, അതായത് നമ്മുടെ മൗത്തെല്ലാം ഡ്രൈ ആവും, ത്രോട്ടെല്ലാം ഡ്രൈ ആവുന്ന ഒരു സെൻസേഷൻ നമുക്ക് വെള്ളം കുടിക്കാൻ അയക്കുന്നതിനാണ് നമ്മൾ ഓറോഫാരജിയൽ തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സെല്ലുലാർ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അവിടേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേഴ്സ്റ്റിനെയാണ് സെല്ലുലാർ തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ന്യൂറൽ മെക്കാനിസം ഓഫ് തേഴ്സ്റ്റ്. ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ ദ ബ്രെയിൻ ആർ കൺസേൺഡ് വിത്ത് ജനറേഷൻ ഓഫ് തേഴ്സ്റ്റ് ആൻഡ് പ്രൊമോട്ട്സ് വാട്ടർ ഇൻടേക്ക്. ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് നമ്മുടെ വാട്ടർ ഇൻടേക്കിന് വേണ്ടിയിട്ട് ജനറേഷൻ ഓഫ് തേഴ്സ്റ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ ഏരിയ of the brain that contribute the sense of the thirst and water regulation are mainly located in the mid brainലും അതുപോലെ മിഡ് ബ്രെയിനിലും ഹൈൻഡ് ബ്രെയിനിലുമാണ്. ഇതിന് മിഡ് ബ്രെയിൻ ഹൈൻഡ് ബ്രെയിൻ ഓഫ് ഹൈപ്പോതലാമസ്, അവിടെയാണ് നമ്മുടെ റെഗുലേഷൻ ഓഫ് തേഴ്സ്റ്റ് ഒരു മെയിൻ റോൾ ഉള്ളത്. അവിടെ മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഓഫ് ഹൈപ്പോതലാമസ്. പിന്നെ ഓസ്മോ റിസപ്റ്റേഴ്സ് ഇൻ ദി ഹൈപ്പോതലാമസ്, ഓർഗാനം വാസ്കുലോസം ഓഫ് ലാമിന ടെർമിനാലിസ്, ഓവൽറ്റ് എന്ന് പറയും. പിന്നെ സബ് ഫോർണിക്കൽ ഓർഗൻ, പിന്നെ അതാണ് ഓസ്മോ റിസപ്റ്റേഴ്സ് ഇൻ ദി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനം വാസ്കുലോസം ഓഫ് ലാമിന ടെർമിനാലിസ്, പിന്നെ സബ് ഫോർണിക്കൽ ഓർഗൻ. തേഴ്സ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രാ ഒപ്റ്റിക് ആൻഡ് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയാണ്. ന്യൂക്ലിയാണ് തേഴ്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. വിച്ച് റിലീസ് ന്യൂറോപെപ്റ്റൈഡ്സ്, അത് റിലീസ് ചെയ്ത ന്യൂറോപെപ്റ്റൈഡ്സാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. സെൻട്രൽ റോൾ ഓഫ് വാസോപ്രസിൻ്റെ സെൻട്രൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേഴ്സ്റ്റിനെ തേഴ്സ്റ്റ് റെഗുലേറ്റ് ചെയ്യുക, തേഴ്സ്റ്റ് എന്നുള്ളൊരു